ഡാനി പോളാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്. ഈ ഓണക്കാലത്ത് ഈ കച്ചവടക്കാർക്കും കർഷകർക്കും ഒക്കെ ഓണം വരേണ്ടതുണ്ട്. അത് നെൽകർഷകർക്ക് ആശ്വാസമായി സംഭരണ വില കിട്ടുമ്പോൾ അവർക്കും ഓണം എത്തുകയാണ്. മെയ് 31 വരെ സംഭരിച്ച നെല്ലിന്റെ വിലയാണിപ്പോൾ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയത്. ഇതോടെ ഉത്രാടത്തിന് പ്രഖ്യാപിച്ച പട്ടിണി സമരത്തിൽ നിന്ന് പൊന്നാനിയിലെ കോൾ കർഷകർ പിന്മാറി. ഓണമായിട്ടും നെല്ലിന്റെ വില ലഭിക്കാത്തതിനെ തുടർന്ന് ഇവർ സമരത്തിനൊരുങ്ങുന്നത് ന്യൂസ് 18 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നെൽകർഷകർക്ക് അല്പം ആശ്വസിക്കാം. ഓണം പട്ടിണിയിലാകില്ല. നെല്ല് സംഭരിച്ച വകയിലെ കുടിശ്ശിക ബാങ്കിൽ നിന്നും നൽകി തുടങ്ങി. ഇതോടെ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും പ്രതിഷേധങ്ങൾക്കുമാണ് താൽക്കാലികമായെങ്കിലും വിരാമമാകുന്നത്. കർഷകർക്ക് ഇന്നലെ മുതൽ ക്രെഡിറ്റ് കയറി തുടങ്ങിയിട്ടുണ്ട്, ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സമരം എന്തായാലും ഒരു 90-95% ആളുകൾക്ക് ഇപ്പോൾ പൈസ എത്തി എന്ന നിലയ്ക്ക് നമ്മൾ വളരെ സന്തോഷപൂർവ്വം ചെയ്യാനല്ലല്ലോ നമ്മൾ സമരത്തിന് വരിക. അപ്പോൾ ഓണത്തിൻ്റെ ഒരു തലേദിവസം നിലയ്ക്ക് അങ്ങനെ ഒരു പ്രയാസത്തിലേക്ക് പോകേണ്ട, ഇപ്പം ഇങ്ങനെ പൈസ വന്നുകൊണ്ടുള്ളൊരു പൊതുവേ തീരുമാനം വന്നിട്ടുണ്ട് ഇപ്പോൾ സംരക്ഷയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് നാളത്തെ സമരം മാറ്റിവെച്ചു. മാത്രമല്ല ഇതിൽ നന്നായി ഈ മാധ്യമങ്ങൾ അതെടുത്തു പറയണം. മാധ്യമങ്ങൾ കർഷകരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള കൃത്യമായി ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളൊന്നും വല്ലാതെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ സമരം ഏറ്റെടുക്കാൻ വന്നിട്ടില്ല. കോൾ സംരക്ഷണ സമിതി എന്ന് പറയുന്ന വിവിധ ഗ്രൂപ്പുകൾ എല്ലാവരും സംസ്ഥാനത്ത് മൊത്തം. പക്ഷെ അതിൻ്റെ കൂടെ മാധ്യമങ്ങൾ നമ്മളോടൊപ്പം നിന്നിട്ട് ഞങ്ങളുടെ ശബ്ദമായി മാറാൻ, പ്രത്യേകിച്ച് ന്യൂസ് 18 പോലുള്ള അടുത്ത് ചെയ്തിട്ടുള്ള വാർത്ത അതൊരു ചർച്ചയ്ക്ക് പോലും വെച്ചപ്പോൾ അത് കൃത്യമായി സർക്കാരുകളിലേക്ക് അറിയുകയും അതിൻ്റെ ഒരു ചലനം കൂടിയിട്ടാണ് സത്യത്തിൽ. പൊന്നാനി കോൾ മേഖലയിൽ നിന്നുമാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം നെല്ല് സപ്ലൈകോ സംഭരിച്ചിട്ടുള്ളത്. ആകെ സംഭരിച്ച 33,848 ടൺ നെല്ലിൽ 12,623 ടൺ നെല്ല് സംഭരിച്ചത് പൊന്നാനിയിൽ നിന്നാണ്. ഇവിടുത്തെ 2,958 കർഷകർക്ക് 18.51 കോടി രൂപയാണ് നെല്ല് നൽകിയ വകയിൽ ലഭിക്കാനുണ്ടായിരുന്നത്. അവരിൽ ഭൂരിഭാഗം പേർക്കും പണം ലഭിക്കും. ജൂൺ മാസത്തിൽ സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് ശേഷമാകും നൽകുക എന്നാണ് സൂചന. ഓണക്കാലം വലിയൊരു ആശങ്കകളില്ല. എന്തായാലും ഇപ്പോൾ നമുക്കൊരാളോട് ചോദിക്കാമല്ലോ, ആളുകൾ ഇത് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു കർഷകൻ തന്നാൽ പൈസ തന്നിരുന്നില്ല, ഇപ്പോൾ പൈസ വന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഒരു 1000, 500 അല്ലെങ്കിൽ 2000 കടം ചോദിച്ചാൽ തരുന്നൊരു മാനസികാവസ്ഥയിൽ തിരിച്ചു കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നേരത്തെ തന്നെ കൊടുക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും ബാങ്ക് വഴി കുടിശ്ശികയുടെ രൂപത്തിലാണ് സംഭരണ വില നൽകുന്നത്. ഈ തുക ലഭ്യമാക്കാനുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഓണത്തിന് മുൻപ് എല്ലാ കർഷകർക്കും പണം ലഭിച്ചേനെ എന്ന വിമർശനവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം.